നമസ്കാരം. കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇതുവരെ നാം കണ്ടിട്ടില്ലാത്ത വിധം വിസ്മയിപ്പിക്കുന്ന മാറ്റങ്ങളാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പോടെ സംഭവിച്ചിരിക്കുന്നത്. ദശകങ്ങളായി മാറ്റിമറിക്കാൻ കഴിയില്ലെന്ന് കരുതിയ പല രാഷ്ട്രീയ സമവാക്യങ്ങളും ഇന്ന് വഴിമാറിയിരിക്കുന്നു. ഇതൊരു കേവല ഭരണമാറ്റമല്ല, മറിച്ച് കേരളത്തിലെ വോട്ടർമാരുടെ രാഷ്ട്രീയ ബോധത്തിലുണ്ടായ വലിയൊരു പരിവർത്തനത്തിന്റെ അടയാളമാണ്. LDFിന്റെയും പിണറായി വിജയന്റെയും അപ്രമാദിത്വത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് UDF ഉജ്ജ്വലമായ വിജയം നേടിയപ്പോൾ അതിനേക്കാൾ ശ്രദ്ധേയമായത് ആ വിജയത്തിന് പിന്നിലെ രാഷ്ട്രീയ സന്ദേശങ്ങളാണ്. ഈ തെരഞ്ഞെടുപ്പിൽ UDFിന്റെ കുതിപ്പിന് പിന്നിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് 3 വിപ്ലവകരമായ മാറ്റങ്ങളാണ്. ചാണ്ടി ഉമ്മൻ കാണിച്ചു തന്ന രാഷ്ട്രീയ നന്മയും സന്ദീപ് വാര്യർ എന്ന നേതാവിലൂടെ കൈപ്പത്തി ചിഹ്നത്തിന് ലഭിച്ച പുതിയ കരുത്തും, പിന്നെ CPMന്റെ മുതിർന്ന നേതാക്കൾ തന്നെ പാർട്ടി വിട്ട് UDFിനൊപ്പം ചേർന്നതുമാണ് ഈ വിജയത്തിന്റെ അടിത്തറ. പിണറായി വിജയന്റെ ധാർഷ്ട്യത്തിന് കേരളം നൽകിയ ഏറ്റവും വലിയ മറുപടിയാണിത്. ഈ ചരിത്ര വിജയത്തിന്റെ ഉള്ളറകളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ നേടിയ വിജയം കേരള രാഷ്ട്രീയത്തിന് നൽകുന്ന ഏറ്റവും വലിയ പാഠം സിംപ്ലിസിറ്റി എന്നതാണ്. തിരഞ്ഞെടുപ്പ് എന്നാൽ കോടികൾ പൊടിക്കുന്ന ഫ്ലക്സ് ബോർഡുകൾ കൊണ്ട് നാട് നിറയ്ക്കുന്ന ഒരു ആഘോഷമാണെന്ന ധാരണയെ ചാണ്ടി ഉമ്മൻ പാടെ മാറ്റിക്കളഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ കേരളം കണ്ട ഏറ്റവും വലിയ അത്ഭുതം ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയിൽ നേടിയ റെക്കോർഡ് വിജയമാണ്. ഏകദേശം 84,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെയാണ് അദ്ദേഹം സഭയിലേക്ക് തിരിച്ചെത്തുന്നത്. എന്നാൽ ഈ വിജയത്തിന് പിന്നിൽ കോടികളുടെ പണമോ ആഡംബരമോ ഉണ്ടായിരുന്നില്ല. പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ നേടിയ ചരിത്ര വിജയം കേവലം ഒരു വ്യക്തിയുടെ ജയമല്ല, മറിച്ച് ഉമ്മൻചാണ്ടി എന്ന ജനകീയ നേതാവ് വിട്ടുപോയ ആ ലളിത രാഷ്ട്രീയത്തിനുള്ള അംഗീകാരമാണ്. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ പുതിയൊരു അധ്യായമാണ് ചാണ്ടി ഉമ്മൻ കുറിച്ചത്. തിരഞ്ഞെടുപ്പ് എന്നാൽ കോടികൾ പൊടിക്കുന്ന ആഘോഷമാണെന്ന ധാരണയെ ചാണ്ടി ഉമ്മൻ തിരുത്തി കുറിച്ചു. പാർട്ടികൾ ഇലക്ഷൻ ഫണ്ടായി ലക്ഷങ്ങൾ നൽകുമ്പോൾ അത് ആഡംബരങ്ങൾക്ക് ഉപയോഗിക്കാതെ പാവപ്പെട്ടവർക്ക് വേണ്ടി മാറ്റിവെച്ച ഒരു നേതാവിനെയാണ് തിരഞ്ഞെടുപ്പ് വേളയിൽ നാം കണ്ടത്. ഫ്ലക്സ് ബോർഡുകളോ വലിയ പോസ്റ്ററുകളോ ഇല്ലാതെ സൈക്കിളിൽ സഞ്ചരിച്ച് ജനങ്ങളെ നേരിട്ട് കണ്ട് വോട്ട് ചോദിച്ച രീതി കേരളത്തിന് പുതിയൊരു പാഠമായിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി മാറ്റിവെച്ച തുകയിൽ നിന്ന് 22 ലക്ഷം രൂപയോളം മിച്ചം വരികയും ആ തുക വീടില്ലാത്ത സാധാരണക്കാർക്ക് വീട് നിർമ്മിച്ചു നൽകാൻ അദ്ദേഹം ഉപയോഗിക്കുകയും ചെയ്തു. കേരളത്തിലെ വോട്ടർമാർ അഭ്യസ്ത വിദ്യരാണ്. വലിയ കൂറ്റൻ പ്രചരണങ്ങളോ കൊട്ടിക്കലാശങ്ങളോ കണ്ടല്ല അവർ വോട്ട് ചെയ്യുന്നത്. ജനങ്ങളുമായി എത്രത്തോളം ആത്മബന്ധം പുലർത്തുന്നു എന്നതിലാണ് കാര്യം എന്ന് ചാണ്ടി ഉമ്മൻ തെളിയിച്ചു. കോൺഗ്രസുകാർക്ക് ഖദർ ധരിച്ചാൽ മാത്രമേ നേതാവാകാൻ കഴിയൂ എന്ന ചിന്താഗതിയെ പോലും അദ്ദേഹം പൊളിച്ചെഴുതി. ലളിതമായ വേഷവും എളിമയുള്ള പെരുമാറ്റവും വഴി ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. 10,000-കണക്കിന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം നേടിയ ഈ വിജയം വരും തലമുറയിലെ രാഷ്ട്രീയക്കാർക്ക് വലിയൊരു മാതൃകയാണ്. അതേപോലെ തന്നെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു നേതാവാണ് സന്ദീപ് വാര്യർ. BJPയുടെയും RSSന്റെയും ഉറച്ച ശബ്ദമായിരുന്ന സന്ദീപ് വാര്യർ കോൺഗ്രസിന്റെ ഭാഗമായി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ചത് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ മാറ്റങ്ങളിലൊന്നാണ്. തൃക്കരിപ്പൂർ പോലുള്ള ഒരു മണ്ഡലത്തിൽ 83,000-ലധികം വോട്ടുകൾ നേടി അദ്ദേഹം വിജയിച്ചു കയറി ഈ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും ഞെട്ടിക്കുന്നതും എന്നാൽ ശ്രദ്ധേയവുമായ വിജയങ്ങളിലൊന്ന് സന്ദീപ് വാര്യരുടേതാണ്. BJPയുടെയും RSSന്റെയും ഉറച്ച ശബ്ദമായിരുന്ന ഒരാൾ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ചത് സംഘപരിവാർ രാഷ്ട്രീയത്തിനേറ്റ കനത്ത പ്രഹരമാണ്. സന്ദീപ് വാര്യർ BJPയുമായി തെറ്റിപ്പിരിഞ്ഞ് കോൺഗ്രസിൽ ചേർന്നപ്പോൾ പലരും അത്ഭുതപ്പെട്ടിരുന്നു. എന്നാൽ പാലക്കാട്ടെയും തൃക്കരിപ്പൂരിലെയും മുസ്ലിം ക്രിസ്ത്യൻ വോട്ടർമാരുൾപ്പെടെയുള്ള എല്ലാ വിഭാഗം ജനങ്ങളും സന്ദീപ് വാര്യരെ ഇരുകൈകളും നീട്ടി സ്വീകരിച്ചു. ഹാർഡ് കോർ ഹിന്ദുത്വ രാഷ്ട്രീയം പറയുന്ന BJPക്കകത്ത് നിന്നാൽ തനിക്ക് ജനങ്ങളെ സേവിക്കാൻ കഴിയില്ലെന്നും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സെക്കുലർ പ്ലാറ്റ്ഫോമാണ് കേരളത്തിന് ആവശ്യമെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു. സന്ദീപ് വാര്യരുടെ വിജയം BJPക്ക് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കുന്ന കാലം കഴിഞ്ഞു. സ്ഥിരമായി മത്സരിച്ച് തോൽക്കുന്ന ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള നേതാക്കൾ BJPയിൽ ഉള്ളപ്പോൾ സന്ദീപ് വാര്യരെ പോലെയുള്ളവർക്ക് കോൺഗ്രസ് എന്ന വലിയ സോഷ്യലിസ്റ്റ് പ്ലാറ്റ്ഫോം നൽകിയ സ്വീകാര്യത BJPക്കുള്ളിലെ മറ്റുള്ളവരെയും ചിന്തിപ്പിക്കും. ഹിന്ദു വോട്ടുകൾക്ക് പുറമെ ന്യൂനപക്ഷ വോട്ടുകൾ കൂടി നേടാൻ കോൺഗ്രസ് ടിക്കറ്റിൽ സാധിക്കുമെന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. BJPയുടെ വക്താവായിരുന്ന ഒരാൾ ഇന്ന് കോൺഗ്രസ് MLA ആയി മാറിയത് ആ പാർട്ടിയെ സംബന്ധിച്ച് വലിയൊരു നാണക്കേടാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു
രാഷ്ട്രീയത്തിനാണ് കേരളത്തിൽ പ്രസക്തി. ഈ മാറ്റം വരും കാലങ്ങളിൽ BJP-യിൽ നിന്ന് കൂടുതൽ പേർ കോൺഗ്രസിലേക്ക് വരാൻ കാരണമായേക്കാം. ഇനി CPM-ലേക്ക് വരുമ്പോൾ CPM-നെ സംബന്ധിച്ച് 2026 ഒരു തകർച്ചയുടെ വർഷമാണ്. പാർട്ടിയുടെ സമുന്നത നേതാക്കൾ പോലും പിണറായി വിജയന്റെ സ്വേച്ഛാധിപത്യ ശൈലിയിൽ മടുത്ത് പാർട്ടി വിടുന്ന കാഴ്ചയാണ് നാം കണ്ടത്. മുതിർന്ന നേതാക്കളുടെ ഈ പലായനം പാർട്ടിയുടെ അടിത്തറ ഇളക്കിയിരിക്കുകയാണ്. ആലപ്പുഴയിൽ CPM-നെ വളർത്തിയെടുത്ത മുതിർന്ന നേതാവ് G. സുധാകരൻ പാർട്ടി വിട്ട് UDF സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ചത് CPM-ന്റെ വോട്ട് ബാങ്കിലെ വലിയ വിള്ളലാണ് കാണിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ നെഞ്ചിലേറ്റുന്ന സാധാരണ സഖാക്കൾ പോലും പാർട്ടിയുടെ ഇപ്പോഴത്തെ പോക്കിൽ അതൃപ്തരാണ്. അവർക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന മറ്റൊരു വലിയ സോഷ്യലിസ്റ്റ് പ്ലാറ്റ്ഫോമാണ് കോൺഗ്രസ് എന്ന് സുധാകരൻ തെളിയിച്ചു. CPM-ഉം കോൺഗ്രസും ഒരേപോലെ സെക്യുലർ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നവരാണെങ്കിലും കോൺഗ്രസിനുള്ളിലെ ജനാധിപത്യ സ്വഭാവമാണ് നേതാക്കളെ ആകർഷിക്കുന്നത്. CPM-ന്റെ പാർട്ടി ഗ്രാമങ്ങൾ എന്നറിയപ്പെടുന്ന കണ്ണൂരിലെ പയ്യന്നൂരും തളിപ്പറമ്പും ഇന്ന് UDF-ന് അനുകൂലമായി ഈ ഇലക്ഷനിൽ ചിന്തിച്ചിരിക്കുന്നു. പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിനെതിരെ പ്രതികരിച്ച കുഞ്ഞികൃഷ്ണനും പാർട്ടിയിലെ ഏകാധിപത്യത്തിനെതിരെ നിലകൊണ്ട TK ഗോവിന്ദനും ജനപിന്തുണയോടെ ജയിച്ചു കയറി. TK ഗോവിന്ദൻ 50 വർഷത്തോളം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ പോലൊരാൾക്ക് UDF പിന്തുണയോടെ മത്സരിച്ച് ജയിക്കാൻ കഴിഞ്ഞത് CPM-ന്റെ താഴെ തട്ടിലുള്ള പ്രവർത്തകർ പോലും വോട്ട് മറിച്ചു എന്നതിനാലാണ്. ആന്തൂർ പോലുള്ള സ്ഥലങ്ങളിൽ എതിർ സ്ഥാനാർത്ഥിയെ പോലും നിർത്താൻ സമ്മതിക്കാത്ത CPM-ന് ഇന്ന് പിണറായി വിജയന്റെ സ്വന്തം മണ്ഡലമായ ധർമ്മടത്ത് പോലും അടി പതറുകയാണ്. പാർട്ടിക്കുള്ളിൽ സത്യസന്ധമായി നിൽക്കുന്നവർക്ക് അവിടെ രക്ഷയില്ലെന്നും അവർക്ക് മറ്റൊരു വഴി തേടാമെന്നും ഈ തെരഞ്ഞെടുപ്പ് കാണിച്ചു തന്നു. CPM-ൽ നിന്ന് വലിയൊരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും UDF-ലേക്ക് ഒഴുകാൻ പോകുന്നതിന്റെ തുടക്കമാണിത്. ചുരുക്കത്തിൽ 2026-ലെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിന് നൽകുന്നത് അതിശക്തമായ ഒരു താക്കീതാണ്. ജനങ്ങളെ മറന്നുകൊണ്ടുള്ള ഏതൊരു രാഷ്ട്രീയ നീക്കത്തെയും കേരളം തള്ളിക്കളയുമെന്ന പാഠം ഇതിലൂടെ വ്യക്തമാകുന്നു. ആഡംബരങ്ങളും അഹങ്കാരവും നിറഞ്ഞ ഭരണശൈലിക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് വിനയവും ലളിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ പുതിയൊരു രാഷ്ട്രീയ യുഗത്തിന് കേരളം തുടക്കമിട്ടിരിക്കുകയാണ്. ചാണ്ടിയുമ്മന്റെ ലളിതമായ പ്രചരണ രീതിയും സന്ദീപ് വാര്യർ കാണിച്ചു തന്ന രാഷ്ട്രീയ സമവാക്യങ്ങളും G. സുധാകരനെയും TK ഗോവിന്ദനെയും പോലുള്ള മുതിർന്ന നേതാക്കൾ CPM-ന് നൽകിയ പ്രഹരവും എല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരേ ഒരു ദിശയിലേക്കാണ്. കേരളം ഒരു മാറ്റത്തിന് ആഗ്രഹിച്ചിരുന്നു എന്നതാണ്. CPM-ന്റെ കോട്ടകൾ എന്ന് അവകാശപ്പെട്ടിരുന്ന സ്ഥലങ്ങൾ പോലും ഇന്ന് കോൺഗ്രസിന്റെയും UDF-ന്റെയും സെക്കുലർ രാഷ്ട്രീയത്തെ സ്വീകരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇത് വെറുമൊരു തിരഞ്ഞെടുപ്പ് വിജയമല്ല, മറിച്ച് സ്വേച്ഛാധിപത്യത്തിനെതിരെ ജനാധിപത്യം നേടിയ വൻ വിജയമാണ്. ഈ മാറ്റം കേരളത്തിന്റെ ഭാവിയെ കൂടുതൽ സുരക്ഷിതമാക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇക്കഴിഞ്ഞ ഇലക്ഷനിലൂടെ കേരളത്തിലെ വോട്ടർമാർ പുതിയൊരു സന്ദേശം നൽകിയിരിക്കുകയാണ്. ജനങ്ങളോടൊപ്പം നിൽക്കുക, ജനങ്ങൾ നിങ്ങൾക്കൊപ്പം നിൽക്കും.